തേനിലും മധുരം വേദമല്ലാതെ. കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. വെളിപ്പാട് പുസ്തക പഠനത്തിനായി ഏവരെയും ക്ഷണിച്ചുകൊള്ളുന്നു. കഴിഞ്ഞ പ്രാവശ്യം വെളിപ്പാട് 19-ാം അധ്യായം ആണ് നാം പഠിച്ചത്. ഇസ്രായേലിനെ നശിപ്പിക്കുവാൻ വന്ന ശത്രു സൈന്യങ്ങളെ അവരുടെ ദൈവമായ യഹോവ നശിപ്പിച്ച് ദേശം വൃത്തിയാക്കിയ ശേഷം കർത്താവ് ഒലിവുമലയിൽ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ശേഷിക്കുന്ന സകല സാമാന്യ ജനത്തെയും അവൻ്റെ മുമ്പിൽ കൂട്ടി അവരെ ന്യായം വിധി നടത്തുവാൻ തക്കവണ്ണം തുടങ്ങുകയാണ്. ഇതിനെക്കുറിച്ചാണ് ഇന്ന് നാം പഠിക്കുവാൻ പോകുന്നത്. 20-ാം അധ്യായം. ഹർമഗദോൻ യുദ്ധത്തിൽ കർത്താവ് ഇസ്രായേലിനോട് യുദ്ധത്തിനായി വന്ന ശത്രുക്കളെ തൻ്റെ വായിലെ ശ്വാസത്താൽ നശിപ്പിക്കുകയും എതിർ ക്രിസ്തുവിനെയും കള്ളപ്രവാചനെയും പിടിച്ചുകെട്ടി അഗ്നി നരകത്തേക്ക് എന്നേക്കുമായി എറിഞ്ഞു കളയുകയും മഹാസർപ്പവും മൃഗവുമായ സാത്താനെ പിടിച്ച് ചങ്ങല കൊണ്ട് ബന്ധിച്ച് അഗാധ കൂപത്തിൽ 1000 ആണ്ടേക്ക് തള്ളിയിട്ട് മുദ്രവയ്ക്കുകയും ചെയ്തതിന് ശേഷം ശേഷിച്ച സാമാന്യ ജനത്തെ തേജസ്സിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ നിർത്തി ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് കർത്താവ് തൻ്റെ വലത്തും ഇടത്തുമായി നിർത്തി ന്യായം വിധിക്കുവാൻ തുടങ്ങുകയാണ്. മത്തായി 25-ാം അധ്യായം 31 മുതൽ 46 വരെ ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. വായിക്കുകയാണ്. മനുഷ്യപുത്രൻ തൻ്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തൻ്റെ തേജസ്സിൻ്റെ സിംഹാസനത്തിൽ ഇരിക്കും. സകല ജാതികളെയും അവൻ്റെ മുമ്പിൽ കൂട്ടും. അവരെ ഇടത്തും വലത്തുമായി വേർതിരിച്ചു നിർത്തി രാജാവ് തൻ്റെ വലത്തുള്ളവരോട്, എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവീൻ, നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന എൻ്റെ രാജ്യത്തിൽ പ്രവേശിച്ചു കൊള്ളുവീൻ. എനിക്ക് വിശന്നു, നിങ്ങളെനിക്ക് ഭക്ഷിപ്പാൻ തന്നു. ദാഹിച്ചു, കുടിപ്പാൻ തന്നു. അതിഥിയായി വന്നു, നിങ്ങൾ എന്നെ ചേർത്തുകൊണ്ടു. നഗ്നനായിരുന്നു, നിങ്ങളെന്നെ ഉടുപ്പിച്ചു. ഞാൻ രോഗിയായും തടവിലുമായിരുന്നു, നിങ്ങളെന്നെ കാണുവാൻ വന്നു. അതിനവർ എന്നോട്, കർത്താവേ, നിന്നെ വിശന്ന് കണ്ടിട്ട് എപ്പോൾ നിനക്ക് ഭക്ഷണം തരികയോ ദാഹിച്ചിട്ട് കുടിപ്പാൻ തരികയോ നഗ്നനായി വന്നിട്ട് ഉടുപ്പിക്കുകയോ തടവിലായിട്ട് വന്നു കാണുകയോ ചെയ്തു? വലത്ത് ഭാഗത്തായി നിർത്തിയിരിക്കുന്ന ഈ ജാതികളുടെ ചോദ്യം കേട്ടിട്ട് കർത്താവ് തൻ്റെ ജനമായ ഇസ്രായേൽ ജനത്തിന് നേരെ കൈ ചൂണ്ടിക്കൊണ്ട് പറയുകയാണ്, എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തന് നിങ്ങൾ ചെയ്തിടത്തോളം എല്ലാം എനിക്ക് ചെയ്തിരിക്കുന്നു എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. മഹോപദ്രവകാലത്ത് എതിർ ക്രിസ്തു ഇസ്രായേലിനെ വളരെ പീഡിപ്പിക്കും. പലരെയും തടവിലാക്കും. ആഹാരം പോലും ലഭിക്കാതെ രോഗികളും ക്ഷീണിതരുമായി തീരും. ശത്രു സൈന്യം ഇവരെ കണ്ടാൽ കൊന്നുകളയും. അതിനാൽ ഇവർ പ്രാണരക്ഷാർത്ഥം ഓടി ഒളിക്കും. മാറി ധരിക്കുവാൻ വസ്ത്രം പോലുമില്ലാതെ വിശന്നും ദാഹിച്ചും അലയും. ജാതികളിൽ ചിലർ ഇവർക്ക് അഭയം കൊടുത്തുകൊണ്ട് ഭക്ഷണവും വസ്ത്രവും ദാഹജലവും ഒക്കെ നൽകി അവരെ സംരക്ഷിക്കും. ഈ ഒറ്റ കാരണത്താൽ കർത്താവ് അവരോട് കരുണ കാണിക്കും. യാതൊരു നിയമവും വെച്ചല്ല അവരെ ന്യായം വിധിക്കുന്നത്. മഹോപദ്രവകാലത്ത് യഹൂദനെ സംരക്ഷിച്ചു എന്ന ഒറ്റ കാരണത്താൽ കർത്താവിൻ്റെ 1000 ആണ്ട് വാഴ്ചയിലേക്കുള്ള തൻ്റെ രാജ്യത്തിൽ ഈ ജാതികളെ പ്രവേശിപ്പിക്കുന്നതായിരിക്കും. അതിനുശേഷം ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യ അഗ്നിയിലേക്ക് പോകുവീൻ. എൻ്റെ ദാസന്മാരായ ഈ ചെറിയവരിൽ നിങ്ങൾ ചെയ്യാത്തിടത്തോളം എല്ലാം എനിക്കാകുന്നു ചെയ്യാത്തത്. പീഡകാലത്ത് എതിർ ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് യഹൂദനെ പീഡിപ്പിച്ച സകല ജാതികളെയും കർത്താവ് എതിർ ക്രിസ്തുവിനോട് കൂടെ നിത്യ അഗ്നിയിലേക്ക് എന്നേക്കുമായി തള്ളിക്കളയും. ഇവർ നിത്യദണ്ഡനത്തിലേക്കും നീതിമാന്മാർ കർത്താവിൻ്റെ രാജ്യത്തിൽ നിത്യ സന്തോഷത്തിലേക്കും പ്രവേശിക്കും. സഹസ്രാബ്ദ വാഴ്ച, അതായത് 1000 ആണ്ട് വാഴ്ച, ഒരാഴ്ചവട്ടമായ 7 വർഷത്തെ മഹോപദ്രവകാലത്ത് നടക്കുന്ന സംഭവങ്ങളാണ് 6-ാം അധ്യായം മുതൽ 19-ാം അധ്യായം വരെയുമുള്ള സംഭവങ്ങൾ. എന്നാൽ
20-ാം അധ്യായത്തിൽ സാത്താനും എതിർക്രിസ്തുവും കള്ളപ്രവാചകനും ദുഷ്ടന്മാരും ഇല്ലാത്ത മനോഹരമായ ഒരു പുതിയ കാലഘട്ടം തുടങ്ങുകയാണ്. അതെ, യേശു രാജാവായി ഭൂമിയെ 1000 ആണ്ട് ഭരിക്കുവാനൊരുങ്ങുകയാണ്. ഇതാണ് സഹസ്രാബ്ദ വാഴ്ച. 20-ാം അധ്യായം 4 മുതൽ 6 വരെ വായിക്കുന്നു. ഞാൻ ന്യായാസനങ്ങളെ കണ്ടു. അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു. യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തല ഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിമേലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുടെയും ആത്മാക്കളെയും ഞാൻ കണ്ടു. അവർ ജീവിച്ച് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാണു. മരിച്ചവരിൽ ശേഷമുള്ളവരാരും 1000 ആണ്ട് കഴിയോളം ജീവിച്ചില്ല. ഇത് 1-ാം പുനരുത്ഥാനം. 1-ാം പുനരുത്ഥാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു. അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായി 1000 ആണ്ട് വാണു. ഇവിടെ പറയുന്ന പുനരുത്ഥാനം രക്തസാക്ഷികളായി മരിച്ച യഹൂദന്മാരുടെ പുനരുത്ഥാനമാണ്. പീഡാകാല ആരംഭം മുതൽ ക്രിസ്തുവിനോട് എതിർത്ത് നിന്ന് രക്തസാക്ഷികളായവരും അവൻ്റെ പ്രതിമയെ വണങ്ങാത്തവരും അവൻ്റെ മുദ്ര ഏൽക്കാതെ രക്തസാക്ഷികളായ യഹൂദന്മാരുടെ ആത്മാക്കളും വെളിപ്പാട് 6-ൽ നാം പഠിച്ചിരുന്ന യാഗപീഠത്തിന് കീഴിൽ എതിർക്രിസ്തുവിനാൽ രക്തസാക്ഷികളായി തീർന്നവരുടെ ആത്മാക്കൾ കിടക്കുന്നത് നാം പഠിച്ചിട്ടുണ്ടായിരുന്നു. അവരോട് നാഥ, ഞങ്ങളോട് ഇപ്രകാരം ചെയ്തവരോട് നീ എത്രത്തോളം പ്രതികാരം ചെയ്യാതിരിക്കും എന്ന് അവരോട് നിലവിളിച്ചുകൊണ്ട് ദൈവത്തോട് അവർ പറയുകയാണ്. അപ്പോൾ കർത്താവ് പറഞ്ഞു, ഇനിയും നിങ്ങളെപ്പോലെ വന്നു ചേരുവാനുണ്ട്. അവർ വന്ന് തികയോളം അല്പകാലം കൂടി സ്വസ്ഥമായിരിക്കുക എന്ന് അവർക്ക് വാക്ക് കൊടുത്തിട്ടുണ്ട്. വന്നു ചേരേണ്ടവരാണ് ഈ 20-ാം അധ്യായത്തിൽ ഉയർത്തെഴുന്നേറ്റ് എഴുന്നേൽക്കുന്നത്. അവർ യാഗപീഠത്തിന് കീഴിൽ കിടക്കുന്ന അവരുടെ ആത്മാക്കളോട് ചേർന്ന് ഇവർ പുനരുത്ഥാനം പ്രാപിക്കുകയാണ്. ഇവർ ജീവിച്ചെഴുന്നേറ്റ് ക്രിസ്തുവിനോട് കൂടെ 1000 ആണ്ട് വാഴ്ചയിലേക്ക് പ്രവേശിക്കും. 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷം കായീൻ മുതൽ നാളിതുവരെ മരിച്ച് യാതനാസ്ഥലത്തേക്ക് തള്ളപ്പെട്ട പാപികൾ ഉയർത്തെഴുന്നേറ്റ് ദൈവത്തിൻ്റെ വെള്ളസിംഹാസനത്തിന് മുമ്പിൽ വരികയും ന്യായവിധിക്ക് ശേഷം എതിർക്രിസ്തുവിനോട് കൂടെ അഗ്നി നരകത്തേക്ക് എന്നേക്കുമായി തള്ളപ്പെടുകയും ചെയ്യും. ഇവിടെ 4 വിധ ന്യായാസനങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്, ക്രിസ്തുവിൻ്റെ ന്യായാസനം. അതായത് ഇത് മധ്യാകാശത്ത് വിശ്വാസികൾ ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ, വിശ്വാസികൾ പുനരുദ്ധാനം പ്രാപിച്ചു പോകുമ്പോൾ വിശ്വാസികൾക്ക് വേണ്ടി അവരുടെ പ്രവൃത്തിക്കൊത്ത പ്രതിഫലങ്ങൾ നൽകുവാനായി ഒരുക്കിയിരിക്കുന്ന ന്യായാസനമാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം. 2, തേജസ്സിൻ്റെ സിംഹാസനം. ഇതാണ് നേരത്തെ നാം പഠിച്ചത്. ജാതികളെ വേർതിരിച്ച് നിർത്തി ന്യായം വിധിക്കുവാൻ ഒലിവുമലയിൽ സ്ഥാപിക്കുന്ന ആ ന്യായാസനമാണ് തേജസ്സിൻ്റെ സിംഹാസനം. 3, വെളിപ്പാട് 20:4 ന്യായാസനങ്ങളെക്കുറിച്ച് കാണുന്നുണ്ട്. അത് പീഡകാലത്ത് രക്തസാക്ഷികളായി ഉയർത്തെഴുന്നേറ്റ് വരുന്ന യഹൂദന്മാർക്കായി പ്രതിഫലങ്ങൾ നൽകുവാനുള്ള ന്യായാസനങ്ങളാണ്. ക്രിസ്തുവിൻ്റെ 12 ശിഷ്യന്മാരാണ് ഇവരെ ന്യായവിധി നടത്തി പ്രതിഫലങ്ങൾ നൽകുന്നത്. മത്തായി 19-ാം അധ്യായം 28-ാം വാക്യം. 4, വെള്ളസിംഹാസനം. എല്ലാറ്റിനും ലാസ്റ്റിൽ നടക്കുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് ഈ വെള്ളസിംഹാസനം വെക്കുന്നത്. രക്ഷിക്കപ്പെടാതെ മരിച്ച സകല ദുഷ്ടജനങ്ങളെയും ന്യായം വിധിക്കുന്ന സിംഹാസനമാണിത്. ജീവപുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഏവനെയും ന്യായം വിധിച്ച് തീപ്പൊയ്കയിൽ തള്ളിയിടും. വെളിപ്പാട് 20-ാം അധ്യായം 11 മുതൽ 15 വരെ. അടുത്ത ഈ പുനരുത്ഥാനം നടക്കുന്നത് നിരനിരയായിട്ടാണ്. ഒരിക്കൽ ഒരുമിച്ച് ഒത്തെടുക്കുകയല്ല, നിരനിരയായിട്ടാണ് എടുക്കപ്പെടുന്നത്. ഒന്നാമത്, ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു. മത്തായി 28-ാം അധ്യായം 5-6 വാക്യങ്ങൾ. രണ്ടാമതായി, പുതിയ നിയമസഭയുടെ പുനരുത്ഥാനം. 1 തെസ്സലോനി 4:6, വെളിപ്പാട് 4:1. 3, 2 സാക്ഷികളുടെ പുനരുത്ഥാനം. സഹജനത്തോട്, യഹൂദന്മാരോട് ഇടയിൽ സാക്ഷികളായി 2 പേർ വന്നല്ലോ, അവരുടെ പുനരുത്ഥാനം വെളിപ്പാട് 11-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറയുന്നു. അടുത്തായി 144,000 പേരുടെ പുനരുത്ഥാനം. വെളിപ്പാട് 14:1. അടുത്ത നിര
മഹോപദ്രവകാലത്തെ രക്തസാക്ഷികളുടെ പുനരുത്ഥാനം ഇപ്പം നാം പഠിച്ചത്. പിന്നീട് അവസാനമായി നടക്കുന്ന 1000 ആണ്ട് വാഴ്ചയ്ക്ക് ശേഷമാണ് മരിച്ച സകല ദുഷ്ടജനത്തിൻ്റെയും ഉയർത്തെഴുന്നേൽപ്പ്. അവരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് ന്യായവിധിക്കായി അവർ ഉയർത്തെഴുന്നേറ്റ് വരും. അങ്ങനെ ഒരു നിരയുണ്ട്. ലാസ്റ്റിലാണ് അത് നടക്കുന്നത്. അവരെ ന്യായം വിധിച്ച് നരകത്തിലേക്ക് തള്ളിയിടുന്നു. നിര നിര നിരയായി അണിനിരന്നിടുവിൻ കുരിശിൻ പടയാളികളെ, ജയ 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 കാഹളമൂതിടുവിൻ ജയവീരനാം യേശുവിന്. യഹോവാ ദൈവമാം വിശുദ്ധ ജാതി നാം, അവനവകാശമാം ജനം നാം. പ്രൈസ് ദി ലോർഡ്. അടുത്ത ക്ലാസ്സിൽ ക്രിസ്തുവിൻ്റെ 1000 ആണ്ട് വാഴ്ചയെക്കുറിച്ചും അതിനായി ഭൂമിയെ പുതുക്കിപ്പണിയുന്ന ആ വിധത്തെക്കുറിച്ചും യേശുക്രിസ്തു രാജാവായി ഭരിക്കുന്ന ആ മനോഹര ഭൂമിയിൽ പാർക്കുന്നത് ആരൊക്കെയാണെന്നും അവരുടെ സ്ഥാനങ്ങൾ എന്തൊക്കെയാണെന്നും അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാം. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ആമേൻ.